റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ വരികയാണ്. നബി തങ്ങൾ മദീനയിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ ഒറ്റയും തെറ്റയുമായി ധാരാളം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരുന്നു. അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. വേദ പണ്ഡിതനാണ്, നല്ല പാണ്ഡിത്യമുള്ള അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം അങ്ങനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീക്ഷിക്കാൻ ലൈസ ബി കദ്ദാബിൻ, ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നബി തങ്ങളൊരു കള്ളനല്ല, കള്ളം പറയുന്ന ആളല്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനിങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒറ്റയും തെറ്റയുമായി ഒരു ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, നബി തങ്ങളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഒരു പ്രഭാഷണം പോലെ ഒരു കാര്യം പറഞ്ഞു. അവിടെ നിന്ന് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. അതാണ് നബി തങ്ങൾ പറയുന്നത്. 1, അഫ്ശു സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. എല്ലാവരോടും എപ്പോഴും സലാം പറയുന്നവരായി നിങ്ങൾ മാറണം. ഭക്ഷണം കൊടുക്കണം. പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും, ഭക്ഷണത്തിനൊന്നും വകയില്ലാത്തവരുണ്ടാവും. അന്വേഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ അവരെ മനം നിറച്ചു വിടണം, നല്ല സൽക്കാരം കൊടുക്കണം. നിങ്ങൾ നല്ല ഭക്ഷണം പാകം ചെയ്ത് ആളുകൾക്ക് കൊടുത്ത് നല്ലൊരു സഹകരണം അയൽപക്കങ്ങളുമായി ഉണ്ടാക്കണം. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ പുലർത്തണം. കുടുംബത്തിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്ക് വരവുകൾ വേണം, വെളിയും പറച്ചിലും ഒക്കെ വേണം, നല്ല ബന്ധം വേണം. 4 നബി തങ്ങൾ പറഞ്ഞു, വസ്വല്ലു വന്നാസു നിയാം, നിങ്ങൾ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിസ്കരിക്കണം. എന്നാൽ തദ്ഖുലൂനൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലെത്താമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രയോഗത്തിൽ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളെ വീഴ്ത്തലുണ്ട്. എല്ലാം മീമിൽ അവസാനിക്കുകയും അവസാനം തദ്ഖുലൂനൽ ജന്നത ബിസലാം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ അനുവാചകരെ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന പ്രഭാഷണമാണ് യഥാർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവണം. 1, സലാം വ്യാപിപ്പിക്കണം. 2, ഇത്ആമുത്ത്ആം, അതിന് വിധങ്ങൾ വലിയ ഇഷ്ടപ്പെട്ടതാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. എപ്പോൾ അവസരം കിട്ടിയോ അപ്പോൾ കൊടുക്കണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അല്ലെ, പള്ളിയിലൊക്കെ ആരെങ്കിലുമൊക്കെ അപരിചിതരായി വന്നു കഴിഞ്ഞാൽ അവരൊന്ന് അന്വേഷിക്കും, അല്ലെ, നിങ്ങൾ എവിടുന്നാ വരുന്നത്, എവിടെയൊക്കെ വന്നത്, ഭക്ഷണം കഴിച്ചോ എന്നൊരു ചോദ്യമെങ്കിലും ഉണ്ട്. ഇന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? വെള്ളിയാഴ്ച പോലും വരുന്ന മിസ്കീന്മാരായ ആളുകൾ, ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അത് സ്വർഗത്തിലെത്താനുള്ള വഴിയാണ്. എല്ലാ ആഴ്ചയും നമുക്ക് ആളെ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. 3 പറഞ്ഞത് കുടുംബ ബന്ധം ചേർക്കണം. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും 4 പലപ്പോഴും നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കുക. വസ്വല്ലു വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങി രാത്രി ഇങ്ങനെ നല്ല സുഖനിദ്രയിലാവുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ വിചിന്തനം നടത്തുക. അതുകൂടെ ഉണ്ടാക്കുമ്പോഴാണ് വതദ്ഖുലൂനൽ ജന്നത ബിസലാം, നല്ല സന്തോഷത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, രാത്രി ഉപയോഗപ്പെടുത്തിയത് 3 ആളുകളാണ്. 3 കാറ്റഗറിയിലാണ് ആളുകളുള്ളത്. മൻ ലഹു ലാ അലൈഹി, വമൻ അലൈഹി ലാ ലഹു, വമൻ ലാ ലഹു വലാ അലൈഹി. 1 വിഭാഗം ആളുകൾ മൻ ലഹു ലാ അലൈഹി, രാത്രി അവനെ അനുകൂലമാക്കിയവനാണ്, അവന് ഒരു പ്രതികൂലവുമായിട്ടില്ല. ഇശാമാസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി, പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി, അല്പം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ്, പിന്നെ തഹജ്ജുദ് നമസ്കാരം, പിന്നെ ഖുർആൻ പാരായണം, സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കുന്നു, ദിക്ർ, ഇങ്ങനെ തുടങ്ങി രാത്രിയെ സജീവമാക്കിയവനാണ് അവൻ. മൻ ലഹു ലാ അലൈഹി, ആ രാത്രിയെ അവൻ ഉപയോഗപ്പെടുത്തിയവനാണ്. 2 വിഭാഗം വമൻ, മറ്റൊരുത്തൻ അലൈഹി ലാ ലഹു, അവന് പ്രതികൂലമാക്കിയ ആളാണ്. രാത്രി എല്ലാവരും ഉറങ്ങാൻ നിന്നതാണ്, കക്കാൻ പോകാൻ വേണ്ടിയിട്ട്.
രാത്രി എല്ലാവരും ഉറങ്ങാണ്, സുഖനിദ്രയിലാണ്. ഇന്നിപ്പോ തെറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും കയ്യിൽ തന്നെ ഉണ്ടല്ലോ. രാത്രിയാണ് പിന്നെ ഓൺ ചെയ്യുന്നത്, മൊബൈലിൽ ഇങ്ങനെ സിനിമകളും മറ്റും ഇതിങ്ങനെ കണ്ട് തീർക്കുകയാണ് രാത്രി. അങ്ങനെ അവനെ പ്രതികൂലമാക്കിയവനാണ് രാത്രി മൊത്തം. എന്നിട്ട് 2-3 മണിയായി അവൻ ഉറങ്ങിയപ്പോൾ ആ ക്ഷീണം കൊണ്ട് പിന്നെ സുബഹിയില്ലേ, സാധാരണ നിസ്കരിക്കുന്ന ആൾ പോലും ആയിരുന്നു, പക്ഷെ അവന് സുബഹി പോലും കിട്ടിയില്ല, അതായിപ്പോയി. രാത്രിയെ പ്രതികൂലമാക്കിയവനാണ്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, മൻ ലാ ലഹു വലാ അലൈഹി. അവൻ ഇശാസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയതാണ്, ആർക്കൊരു ശല്യമില്ല, ഒരു മൊബൈലും നോക്കുന്നില്ല, മൊബൈലൊക്കെ അവൻ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. പിന്നെ സുബഹ് ബാങ്ക് കൊടുത്തിട്ടാണ് എഴുന്നേൽക്കുന്നത്. അവന് രാത്രി ഗുണമില്ല ദോഷമില്ല എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മളുള്ളത് എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുക. പലപ്പോഴും 3ാമത്തെ ഘടനയിലായിരിക്കും അല്ലെ. ഇശാള് കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോയി പിന്നെ കിടന്നുറങ്ങിയിട്ട് പിന്നെ സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുന്നത്, അത് മാറ്റണം. സുബഹിന്റെ തൊട്ട് മുമ്പ് എഴുന്നേൽക്കാൻ ഇപ്പൊ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഇശാ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ രാത്രി ഒന്ന് എഴുന്നേൽക്കും അല്ലെ, മൂത്രയിക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ഒന്ന് മൂത്രയിക്കുന്ന അവസരത്തിൽ ഒരു കൊടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ആദ്യമൊക്കെ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ മൂത്രമൊഴിച്ച് വരുന്ന അവസരത്തിൽ കിടക്കുന്നതിന്റെ മുമ്പ് ഒരു 10 സ്വലാത്തോ ഒരു 20 സ്വലാത്തോ ഒക്കെ ചൊല്ലി തുടങ്ങാം. അപ്പൊ നമുക്ക് ഇങ്ങനെ രാത്രി കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരും. അതിനൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ രാത്രിയിൽ നിന്നുള്ള ഒരു വിഹിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം, എന്നാലാണ് സ്വർഗത്തിലെത്തുക. തദ്ഖുലൂനൽ ജന്നത ബിസലാം. അല്ലാഹു നമ്മെ ആ സ്വർഗത്തിലെത്തിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള വലിയ തൗഫീഖ് നൽകുമാറാവട്ടെ. റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ല സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിൽ എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയി ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും പുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്ന് സുബഹ് ജമാഅത്തിനെത്തിയ മുഅ്മിനീങ്ങളെ നീ പരിഗണിക്കണേ അല്ലാഹ്. അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജോലിയിൽ, ബിസിനസ്സുകളിൽ, ബന്ധപ്പെടുന്ന മേഖലയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. റഹീമായ റബ്ബേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായി വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ അല്ലാഹു എല്ലാം തട്ടിക്കളയണേ അല്ലാഹ്. എല്ലാറ്റിൽ നിന്നും സലാമത്ത് നൽകണേ റഹ്മാനെ. മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും പലവിധങ്ങളായ അപകടങ്ങൾ, പൊളിഞ്ഞു വീഴലുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു, മഴയെ ഞങ്ങൾക്ക് റഹ്മത്താക്കണേ അല്ലാഹ്. ഒരിക്കലും ഒരു നിഖമത്താക്കരുതേ അല്ലാഹ്. റഹീമായ റബ്ബേ, ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.